إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അവന്റെ അനുഗ്രഹമായി നിശ്ചയിച്ചു തന്ന റമദാൻ മാസം നമ്മളിൽ ഓരോരുത്തരിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ റമദാൻ മാസത്തിലൂടെ നാം ഓരോരുത്തരും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ആഗ്രഹിക്കുന്നത്, കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമദാൻ മാസം വിശ്വാസത്തോടുകൂടെ, ഈമാനോടുകൂടെ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നത്, അവന്റെ മുൻപ് കഴിഞ്ഞ തിന്മകൾ അവന് പൊറുപ്പിക്കപ്പെടും എന്നുള്ള ലക്ഷ്യം. ഇതാണ് നാം ഓരോരുത്തരും ഈ നോമ്പിലൂടെ ലക്ഷ്യം വെക്കുന്നതും ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ വിശാലത, അതിന്റെ വലിപ്പം എന്നുള്ളത് ഒരിക്കലും റമദാൻ മാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരു മുസ്ലിമിന് മഗ്ഫിറത്ത് ലഭിക്കാൻ, അവന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി കാര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവാനായിരിക്കുക, അത്തരം സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് പരലോകത്തെ ആഗ്രഹിക്കുന്ന ഏതൊരു മുസ്ലിമും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പുറത്തു തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരിക്കലും നരകത്തെ പേടിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നമ്മുടെ തെറ്റുകൾ പുറത്തു തന്നു കഴിഞ്ഞാൽ പിന്നൊരു കാര്യവും നമുക്കും സ്വർഗപ്രവേശനത്തിനുമിടയിൽ തടസ്സമാവുകയില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കരസ്ഥമാക്കുകയും അങ്ങനെ അവനെ തൃപ്തിപ്പെട്ടവനാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മഗ്ഫിറത്ത് നമ്മൾക്ക് കരസ്ഥമാക്കാൻ റമദാനിലല്ലാതെ ഓരോ മുസ്ലിമും കരസ്ഥമാക്കാൻ സാധിക്കുന്ന മറ്റു പല സന്ദർഭങ്ങൾ, മറ്റു പല കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലേറ്റവും ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്, യബ്ന ആദം, ആദമിന്റെ മകനെ, മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ എന്റെ അടുക്കലേക്ക് ഈ ഭൂമി നിറയെ തിന്മയുമായി കടന്നു വരികയും സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈആ, എന്നിട്ട് എന്നിൽ ഒന്നിനെയും ശിർക്ക് വെക്കാത്തവനായി എന്നെ നീ കണ്ടുമുട്ടുകയും ചെയ്താൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, ഈ ഭൂമിയോളം മഗ്ഫിറത്തുമായി ഞാൻ നിന്റെ അടുക്കലേക്ക് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭൂമിയോളം തിന്മയുള്ള മനുഷ്യന്, അവന് ഭൂമിയോളം മഗ്ഫിറത്തുമായി റബ്ബ് അവനെ കണ്ടുമുട്ടും എന്നതിന് കണ്ടീഷനായി, ഷർത്തായി പറഞ്ഞത് ഒരേ ഒരു കാര്യം, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് റസൂലായിക്കോട്ടെ, മലക്കായിക്കോട്ടെ, വലിയായിക്കോട്ടെ, സ്വാലിഹായിക്കോട്ടെ, ആരായിക്കോട്ടെ, തങ്ങളായിക്കോട്ടെ, ബീവി ആയിക്കോട്ടെ, ഉപ്പപ്പ ആയിക്കോട്ടെ, ആരായാലും, എത്ര ശ്രേഷ്ഠതയുള്ള ആളായാലും
അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും കൊടുക്കാത്ത ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബാക്കി എല്ലാ തെറ്റുകളും ഭൂമിയോളം മഗ്ഫിറത്തുമായി അള്ളാഹു പുറത്തു കൊടുക്കും. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നബിയെ പറയുക, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വേറെ ആരോടും ഞാൻ ദുആ ചെയ്യൂല. വലാ ഉശ്രികു ബിഹി അഹദ, ആ ദുആ ചെയ്യുന്നതിൽ ഞാൻ ഒരാളെയും ശിർക്ക് ചെയ്യൂല, ഒരാളെയും ചെയ്യൂല. മറ്റാരെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കൂല, റസൂലിനോട് പ്രാർത്ഥിക്കൂല, വലിയനോട് പ്രാർത്ഥിക്കൂല, ആരോടും പ്രാർത്ഥിക്കൂല. എന്റെ പ്രാർത്ഥന, എന്റെ ഇബാദത്തുകൾ അത് അള്ളാഹുവിന് മാത്രമാണ്. ഇയ്യാക നഅ്ബുദ്, അള്ളാഹുവേ നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്ന് സൂറത്തുൽ ഫാത്തിഹയുള്ള പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം ആരാണോ പ്രവർത്തനത്തിലൂടെ പാലിക്കുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമിയോളമുള്ള തിന്മകൾ പുറത്തു കൊടുക്കും. അല്ലേ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ ഖിയാമത്ത് നാളിൽ കടന്നു വരുന്ന രംഗം പഠിപ്പിച്ചു തരുന്നുണ്ട്. അയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നേരത്തെ കൂട്ടി അറിയിച്ചു തരികയാണ്. അള്ളാഹു അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ജീവിതത്തിൽ ഒരുപാട് വർഷക്കാലം തിന്മകളും വൃത്തികേടുകളും ഹറാമുകൾ കൊണ്ട് നിറച്ചൊരു ജീവിതം ജീവിച്ചൊരു മനുഷ്യൻ, അയാളുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ മരിക്കാനായ സന്ദർഭത്തിൽ ഹക്ക് മനസ്സിലാക്കി, തൗഹീദ് മനസ്സിലാക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെട്ടൊരു വ്യക്തി. പക്ഷെ അവൻ ആ ചൊല്ലിയതിനു ശേഷം അധികകാലം ജീവിക്കാൻ സാധിച്ചിട്ടില്ല, ഒരുപാട് നന്മകളൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വ്യക്തിയെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഏടുകൾ ഇവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. ഇവൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവന്റെ മുന്നിൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഏടുകൾ, ആ ഏടുകളിൽ മുഴുവനും തിന്മകളാണ്, മുഴുവനും. ഈ തിന്മകളുടെ ആധിക്യം കണ്ടിട്ട് ഇവന്റെ സ്വന്തം മറന്നുപോകും. ഇവനാകെ വെപ്രാളപ്പെട്ട് ബേജാറപ്പെട്ട് നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമയോട് ചോദിക്കും, നീ ഇതിന് പകരമായി എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? ഈ തിന്മകൾ മീസാനിൽ തൂക്കുമ്പോൾ അതിന്റെ മറുഭാഗത്ത് വെക്കാൻ നിനക്ക് എന്തെങ്കിലും നന്മകളുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയോട് ചോദിക്കും. അപ്പൊ അടിമ ആ പ്രയാസത്തിൽ, ബേജാറിൽ, വിഷമത്തിൽ, പേടിയിൽ ഒന്നും അവന് ഓർമ്മ വരൂല. വീണ്ടും വീണ്ടും അല്ലാഹു അവനോട് ചോദിക്കും. അവൻ പറയും, എനിക്കൊന്നും ഓർമ്മയില്ല റബ്ബേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് അങ്ങോട്ട് പറയും, നിനക്കൊരു നന്മയുണ്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞ അവസാന കാലത്ത് ഇവൻ ചൊല്ലിയ, മരിക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് ഇവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഭാഗം അത് മീസാനിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരാൻ വേണ്ടി വെക്കപ്പെടും. അത് വെക്കാൻ വേണ്ടി കൊണ്ടുവരപ്പെടും. ഈ ചെറിയൊരു ഭാഗം, ഒരു കാർഡിന്റെ അത്രയും വലിപ്പമുള്ള ഭാഗം. എന്നിട്ട് ഇത് മീസാന്റെ നന്മയുടെ ഭാഗത്തും ഇവൻ ചെയ്ത ഈ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തിന്മകൾ മീസാനിന്റെ മറുഭാഗത്തും വെക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് താണിരിക്കും. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും ഒന്നാമത്തെ കാര്യം, നമ്മുടെ തെറ്റുകൾ തൗഹീദ് കൊണ്ട് പൊറുപ്പിക്കപ്പെടുന്നത് പോലെ വേറൊരു കാര്യം കൊണ്ടും നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുകയില്ല. ഒരാളുടെ തൗഹീദ് കുറ്റമറ്റതാകുന്നത് കൊണ്ട് അയാളുടെ തിന്മകൾ പൊറുപ്പിക്കപ്പെടുന്ന അത്രയും തിന്മകൾ ദുനിയാവിൽ ഒരാൾക്കും പൊറുപ്പിക്കപ്പെടുകയില്ല. ഏറ്റവും അധികം നമ്മുടെ തിന്മകൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം തൗഹീദാണ്. ഈ തൗഹീദ് കുറ്റമറ്റതാക്കാൻ പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്ന ഷർത്തുകളുണ്ട്. ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം. 7 അല്ലെങ്കിൽ 8 കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകയില്ല. അവൻ ഈ പ്രതിഫലം കിട്ടൂല. അവന്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ അത് കാരണമാവുകയുമില്ല. എപ്പോഴല്ലാതെ ആ ശുറൂത്തുകൾ അവൻ പാലിക്കുമ്പോഴല്ലാതെ. നമുക്കറിയാം, നിസ്കാരം ഒരാൾ നിസ്കരിച്ചു എന്ന് പറയണമെങ്കിൽ ആ നിസ്കാരത്തിന്റെ ശുറൂത്തുകൾ അവന് പാലിക്കണം. അത് പാലിക്കാത്തിടത്തോളം അവന്റെ നിസ്കാരാവൂല. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നവൻ ആ ഉച്ചരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ പാലിക്കാത്തിടത്തോളം അവൻ ഈ പ്രതിഫലങ്ങളോ ഈ ഗുണങ്ങളൊന്നും അവന് കിട്ടുകയില്ല. ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. രണ്ടാമത്, നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരിക്കൽ അവസാന സന്ദർഭത്തിൽ മരിക്കുന്നതിന് കുറച്ച് കാലഘട്ടം മുമ്പ് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്.
വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. നസാറാക്കൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഈ ഉമ്മത്ത് മുസ്ലിം സമുദായം 73 വിഭാഗങ്ങളായി പിരിയുക തന്നെ ചെയ്യും. അന്ന് പിരിഞ്ഞിട്ടില്ല, അന്നൊരൊറ്റ വിഭാഗം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? കുല്ലുഹാ ഫിന്നാർ. അവരെല്ലാവരും നരകത്തിലാണ്. ജൂതന്മാരിൽ 71, നസാറാക്കൾ 72, മുസ്ലിമീങ്ങൾ 73 നരകത്തിലാണ് പറഞ്ഞു. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ഒരു വിഭാഗം ഒഴികെ ബാക്കിയെല്ലാം നരകത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അപ്പൊ സഹാബത്ത് ചോദിക്കണം, മൻഹും യാ റസൂലല്ലാഹ്, ആ ഒരു വിഭാഗം ആരാണ് റസൂലെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഇന്നേ ദിവസം ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ, ഏതൊരു ആദർശത്തിലാണോ, അതേ നിലപാടുകളിൽ, വിശ്വാസത്തിൽ, ആദർശത്തിൽ ആരൊക്കെയുണ്ടോ അവർ മാത്രം. എന്ന് വെച്ചാൽ ബാക്കിയുള്ള മുസ്ലിമീങ്ങളൊക്കെ കാലാകാലം നരകത്തിലാണെന്നാണ് ഇതിന്റെ അർത്ഥം. അല്ല, ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് സ്വഹാബത്തിന്റെ മാർഗത്തിന് വ്യതിചലിച്ചു എന്നുള്ള കാരണത്താൽ അവർക്കുള്ള മഗ്ഫിറത്ത് തടയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ബിദ്അത്തിന്റെ ആളുകൾക്ക് തൗബ തടഞ്ഞു വെക്കപ്പെടും, അവർ ബിദ്അത്തിൽ നിന്ന് മടങ്ങുവോളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അതാണ്. തൗഹീദ് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഏതൊരു വിശ്വാസ ആദർശ നിലപാടുകളിലായി വിട്ടേച്ചു പോയോ, അവരെ തൃപ്തിപ്പെട്ടുവോ, അതേ വിശ്വാസത്തിലും ആദർശത്തിലും നിലപാടുകളിലും നമ്മൾ ആവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ ആകാതിരിക്കുന്നത് വലിയ അപകടമാണ്. നമ്മുടെ തിന്മകൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ തടസ്സമാണത്. അല്ലേ? ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസറിൽ ചില ആളുകൾ മുസ്ലിമീങ്ങളാണ്, നിസ്കാരത്തിന്റെ അടയാളങ്ങൾ, വുദൂവിന്റെ പ്രകാശമുള്ള ചില ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവിടുത്തെ ഉമ്മത്തിന് വെള്ളം കോരിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഈ ഹൗദിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വരും. ഈ ഹൗദിനെ അഭിമുഖീകരിച്ച് ഈ ഡയറക്ഷനിൽ വരുന്ന ആളുകളെ മലക്കുകൾ പിടിച്ച് നരകത്തിന്റെ ഡയറക്ഷനിലേക്ക് നീക്കിവിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി ഉമ്മത്തി, അവരെന്റെ ഉമ്മത്താണ്, മുസ്ലിമീങ്ങളാണ്, ഇങ്ങോട്ട് കടത്തിവിടണം എന്ന് പറയും. അപ്പം മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്താ? ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക. താങ്കൾക്ക് ശേഷം ഇവർ ദീനിൽ പുതുതായി എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, ദീനാണെന്ന് പറഞ്ഞ് ദീനില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്തത് എന്ന് താങ്കൾക്ക് അറിയില്ല റസൂലെ എന്ന് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളുടെ മുഖത്ത് നോക്കി പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ദീനി. എന്റെ ദീനിന് മാറ്റം വരുത്തിയ ആളുകൾ ദൂരെ പോകട്ടെ, അവരെ ആട്ടിയകട്ടും. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടുകൂടെ നിസ്കരിക്കുന്ന തൗഹീദുള്ള നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുഖത്ത് നോക്കി ആട്ടിവിടുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. ദീനിലില്ലാത്ത കാര്യങ്ങൾ, സ്വഹാബത്ത് ദീനായി പ്രവർത്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, അവർ ദീനായി വിശ്വസിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ദീനായി പഠിപ്പിക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ ഇതാണ് ഖിയാമത്ത് നാളിൽ. അവരെത്ര ലക്ഷം ആളുകൾ ഉണ്ടായിട്ടും കാര്യമില്ല. ദീനിൽ സ്വഹാബത്ത് എന്ത് പഠിപ്പിച്ചു തന്നുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഏതൊരു മാർഗത്തിൽ വിട്ടേച്ചു പോയോ അതേ ദീനാവുള്ളൂ. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനാവൂല, ഒരു കാലത്തും ദീനാവൂല. അന്ന് എന്താണോ ദീനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് വിട്ടേച്ചു പോയത് അതേ ഏത് കാലത്തും ദീനാവുകയുള്ളൂ. അതല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ദീനായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, വലിയന്റെ പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, കറാമത്തിന്റെ പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, എന്ത് അഹ്ലുബൈത്തിന്റെ പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, എന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും അന്ന് ദീനല്ലാത്തൊരു കാര്യം ഇന്ന് ദീനായി പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന അതിന്റെ വക്താക്കളുടെ അവസ്ഥ ഇതാണ് ഖിയാമത്ത് നാളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുഖത്ത് നോക്കി ആട്ടിയകറ്റും. അവർക്ക് മഗ്ഫിറത്തിൽ അവർ തടയപ്പെടും. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും വിശാലമായ റഹ്മത്തുള്ളവന്റെ ആ റഹ്മത്തിൽ നിന്ന് തടയപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണമാണ് ഒരാൾ സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഏതൊരു മാർഗത്തിലാണോ വിട്ടേച്ചു പോയത് അതേ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കൽ നിർബന്ധമാണ്. അല്ലേ? ആളുകൾ എല്ലാവരും മുസ്ലിങ്ങൾ തന്നെ
എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും പറയും ഞാനാണ് ശരി, ഞങ്ങളൊക്കെ പിൻപറ്റുന്ന ഖുർആനും സുന്നത്താണ് എന്നൊക്കെ പറയും. എന്നാലോ 6 ആളുണ്ടെങ്കിൽ 100 ദീനാണ്. 6 ആളുണ്ടെങ്കിൽ 100 ദീനാണ്. എല്ലാവരും പറയും ഞങ്ങളാണ് ശരിയുടെ വക്താക്കൾ, ഞങ്ങളാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, ഞങ്ങളാണ് ത്വായിഫത്തുൽ മൻസൂറ, ഞങ്ങളാണ് ഫിർഖത്തുൻ നാജിയ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ജീവിക്കുന്നതിൽ പ്രവർത്തിക്കുന്നതിലാണ് കാര്യം. ആരുടെ വിശ്വാസമാണ് സ്വഹാബത്തിന്റെ വിശ്വാസം പോലുള്ളത് അവനെ ഖിയാമത്ത് നാൾ രക്ഷപ്പെടില്ല. ഇവിടെ പറ്റിക്ക് എളുപ്പമാണ്. പണ്ഡിത വേഷധാരികൾ വേഷം ധരിച്ചുകൊണ്ട് എന്തെങ്കിലും അറബിയിൽ വായിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ദുനിയാവിൽ പറ്റും, ആഖിറത്തിൽ സാധിക്കൂല. അവിടെ നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം അതാണ്, നമ്മൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം സ്വഹാബത്തിന്റെ മാർഗത്തിൽ അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങളിലും അതിന് നമ്മൾക്ക് എന്തുകൂടിയേ തീരൂ. സ്വഹാബത്തിന്റെ നിലപാടുകൾ എന്താ നമ്മൾ പഠിച്ചേ മതിയാവും. അവരെങ്ങനെയാണ് ഓരോ വിഷയങ്ങളിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഏത് മാർഗത്തിലാണ് വിട്ടേച്ചു പോയത്, ഇത് ഓരോ കാര്യങ്ങളും പഠിക്കാതെ നമ്മൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. ഇത്തരം കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അതുമായി തട്ടിച്ചു നോക്കി താരതമ്യം ചെയ്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ ആ മാറ്റങ്ങളെല്ലാം വരുത്തുന്ന ആളുകളെ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ ഇല്ല വാഹിദ, എല്ലാവരും നരകത്തിലാണ് ഈ ഒരൊറ്റ വിഭാഗം ഒഴികെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആളോ നേതാവൊന്നുമില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ആദർശത്തിലേക്കും സ്വഭാവത്തിലേക്കും രൂപത്തിലേക്കും നമ്മൾ ആയിത്തീരുക എന്നുള്ളത് നമ്മൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ആഗ്രഹമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് എത്താൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ നമ്മൾക്ക് വളരെയധികം സഹായകരമാകുന്ന മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ മാത്രം നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയല്ല, നമ്മളെ പോലെ വർഷത്തിലാകെ റമദാൻ മാത്രം നോമ്പെടുക്കുന്ന ഒരാളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരുപാട് സന്ദർഭങ്ങളിൽ മറ്റൊരുപാട് കാരണങ്ങൾ കൊണ്ട് സുന്നത്ത് നോമ്പുകൾ ധാരാളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 സുന്നത്ത് നോമ്പുകളാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള സുന്നത്ത് നോമ്പ്. എല്ലാ ആഴ്ചയും ഏതെങ്കിലും ഒരു മാസം ഏതെങ്കിലും ഒരു ദിവസം എന്നുള്ള പ്രത്യേകതകളൊന്നും ഇല്ലാതെ എല്ലാ ആഴ്ചയിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പ് സ്ഥിരമായി എടുക്കാറുണ്ട്. സ്വഹാബത്തിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് റസൂലെ താങ്കൾ ഇങ്ങനെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ പ്രവർത്തനം കണക്ക് നോക്കുന്ന അല്ലെങ്കിൽ അവനിലേക്ക് ഉയർത്തുന്ന ദിവസമാണ് തിങ്കളും വ്യാഴവും. അപ്പൊ എന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നോമ്പുകാരനായിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ശ്രദ്ധിക്കണം, ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു ഈ പ്രവർത്തനങ്ങളിലേക്ക് നോക്കിയിട്ട് പറയും, എല്ലാ തൗഹീദുള്ള ഓരോരുത്തർക്കും പുറത്തു കൊടുക്കൂ. ആർക്കൊഴിച്ച്? തമ്മിൽ തെറ്റി 2 ആളുകൾക്കൊഴിച്ച്. തമ്മിൽ പിണങ്ങി നിൽക്കുന്ന, ഇണങ്ങാതെ, കണ്ടാൽ മിണ്ടാതെ, പരസ്പരം മുഖം തിരിച്ച് വർത്താനം പറയാതെ, പരസ്പരം കാര്യങ്ങൾ അന്വേഷിക്കാതെ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന 2 തൗഹീദുള്ള ആളുകൾ, അവർക്ക് തൗഹീദ് ഉണ്ടെങ്കിലും പുറത്തു കൊടുക്കണ്ട, അവർ ഇണങ്ങുന്നതുവരേക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ തിങ്കളും വ്യാഴും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള ബിദ്അത്തില്ലാത്ത എല്ലാ ആളുകൾക്കും പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഓരോ തിങ്കളും വ്യാഴും. പക്ഷെ ഇവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിവെക്കും, ഇവർക്ക് പുറത്തു കൊടുക്കണ്ട. അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, ഇവർ 2 പേരുടെ കാര്യം ഇപ്പൊ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, അവർ പരസ്പരം ഇണങ്ങുന്നതുവരേക്കും. അപ്പൊ അവർ പരസ്പരം ഇണങ്ങാതെ അല്ലെങ്കിൽ പരസ്പരമുള്ള പിണക്കങ്ങൾ മറക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, നമ്മൾക്ക് ദീനിന്റെ വിഷയത്തിൽ അവർ ശിർക്ക് ചെയ്യുന്ന ഒരു കുടുംബക്കാരൻ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ഒരു അയൽക്കാരൻ, അവൻ ആ ശിർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് അവനോട് പിണങ്ങാം, ദീൻ അനുവദിച്ച കാര്യമാണ്. അല്ലെങ്കിൽ അവനൊരു ബിദ്അത്ത് ചെയ്യുന്നു അതുകൊണ്ട് പിണങ്ങാം, ഇതൊക്കെ ദീൻ അനുവദിച്ച. എന്നാൽ ദുനിയാവിന്റെ വിഷയങ്ങളുടെ പേരിൽ
എന്തെങ്കിലും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങൾ, എന്തെങ്കിലും വായിന്ന് വന്നുപോയതിന്റെ പേരിൽ, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അറിയാതെ പറ്റിപ്പോയതിന്റെ പേരിൽ, അല്ലെങ്കിൽ ദേഷ്യത്തിൽ എന്തെങ്കിലും സംസാരിച്ചു പോയതിന്റെ പേരിൽ ഇപ്പോഴും വർഷങ്ങളായി പിണങ്ങി നിൽക്കുന്ന, പരസ്പരം മിണ്ടാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന വലിയ സൗഭാഗ്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴ്ന്നു കൊടുത്താൽ, ഒന്ന് പൊരുത്തം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ അവന്റെ മുന്നിൽ ചിലപ്പോൾ നിങ്ങളൊന്ന് ചെറുതായേക്കാം, എന്നാലും സാരല്ല, നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് വലിയ ഹൈറാണ്. എല്ലാ തിങ്കളും വ്യാഴവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തന്നുകൊണ്ടേയിരിക്കും എന്നുള്ള വലിയ സൗഭാഗ്യം നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങൾ ശ്രദ്ധിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകളും നമ്മുടെ ഉമ്മയുമാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാരോപണം ഉന്നയിക്കുന്നൊരു സംഭവം നമ്മൾ ചരിത്രങ്ങൾ കേട്ടിട്ടുള്ള അറിയപ്പെട്ടൊരു സംഭവമാണ്. അവരെ പറ്റി പലരും ഇല്ലാത്തത് പറയുകയും അങ്ങനെ മുനാഫിക്കുകൾ ആ സംഭവം ഏറ്റുപിടിക്കുകയും മുസ്ലിമീങ്ങളിൽ സ്വഹാബത്തിൽപ്പെട്ട പലരും അറിയാതെ അത് ഏറ്റുപാടുകയും ചെയ്തു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ആയത്തിറക്കി. അവർ ആ കാര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്ത്രീയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തിൽപ്പെട്ട ദരിദ്രനായിരുന്ന ഒരു സഹാബി മിസ്തഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഈ പറഞ്ഞു നടന്ന കൂട്ടത്തിൽ ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നു. അബദ്ധത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന സാമ്പത്തിക സഹായം അതോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുക്കൽ നിർത്തലാക്കി. അത്രയും കാലം അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ചെലവുകളും സാമ്പത്തിക സഹായമൊക്കെ നൽകിയിരുന്നത് അബൂബക്കർ സിദ്ദീഖ്. അതേ അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ പറ്റി, സ്വന്തം മകളെ പറ്റി പറഞ്ഞു എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിന് വിഷമം അത് മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ഉമ്മയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്. ആ ദേശത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സാമ്പത്തിക സഹായം കൊടുക്കുന്നത് നിർത്തലാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കാണ്, ഫല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ എന്ത് ചെയ്യ്? വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന ആയത്ത് കേട്ടപ്പോൾ അബൂബക്കർ ബല കരഞ്ഞുകൊണ്ട് പറയാണ്, ബല ഇഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ വീണ്ടും ആ സാമ്പത്തിക സഹായം തുടരുക. മിസ്തഹ് അബൂബക്കറിനോട് ചെയ്തതിനേക്കാൾ വലിയ ദുൽമ നമ്മളിൽ ആരോടെ ദുനിയാവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനേക്കാൾ നമുക്ക് പുറത്തു കൊടുക്കാൻ പ്രയാസമുള്ള എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും നിസാര വിഷയങ്ങൾക്ക് പിണങ്ങുന്നവന്റെ ആകരുതൊരു മുസ്ലിം. പരമാവധി വിട്ടുകൊടുക്കുന്നതിനും പുറത്തു കൊടുക്കുന്നതിനും ആകണം ഒരു മുസ്ലിം. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ അള്ളാഹുവിന്റെ പടപ്പുകളോട് ഏത് രൂപത്തിലായിരിക്കുമോ അതുപോലായിരിക്കും റബ്ബ് നമ്മളോടും. നമ്മൾ പടപ്പുകൾക്ക് വിട്ടുകൊടുക്കാൻ മടി പിടിച്ച് മസിൽ പിടിച്ച് തിരിഞ്ഞു കളഞ്ഞ് അവൻ പൊരുത്തപ്പെടാൻ ചോദിക്കുമ്പോൾ നമ്മൾ പൊരുത്തപ്പെടാതെ പിണങ്ങി മാറി നടക്കുകയാണെങ്കിൽ നമ്മുടെ തെറ്റുകളോടും അള്ളാഹു ഇതേ നിലപാടാണ് സ്വീകരിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വിഷയം. നമുക്ക് അവന് പുറത്തു കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് പുറത്തു തരാനും അള്ളാഹ്ക്ക് പ്രയാസമായിരിക്കും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. പരസ്പരമുള്ള വിഷയങ്ങൾ, മാനുഷികമായിട്ടുള്ള അബദ്ധങ്ങൾ, വികാരങ്ങൾ അതിജയിക്കുമുണ്ടാവുന്ന പല പോരായ്മകൾ അതെല്ലാവരും ഉണ്ട്. ആരും പൂർണ്ണരെന്നല്ല, പെർഫെക്റ്റ് എന്നല്ല. അതെല്ലാവരും ഉണ്ടാകാം, എപ്പോഴും ഉണ്ടാകാം, സാധ്യതയുള്ള കാര്യമാണ്. ആ രൂപത്തിൽ കണക്കാക്കി നല്ല വിചാരം വിചാരിച്ച് അവൻ പൊരുത്തം ചോദിക്കുമ്പോഴെങ്കിലും പൊരുത്തപ്പെടാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റം വരുത്തി അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നഷ്ടപ്പെടാതിരിക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ മഗ്ഫിറത്ത് എന്നുള്ള ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമ്മളെ അകറ്റി നിർത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചു വരുന്നത്.
അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ തെറ്റുകൾ പുറത്തു തരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി ഒരിക്കൽ കടന്നു വന്നുകൊണ്ട് ചോദിക്കണം, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഒരു സന്ദർഭത്തിൽ എനിക്ക് ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനായി ഒഴിഞ്ഞിരിക്കാറുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ കുറച്ച് സമയം എൻ്റെ ആ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അതിലൊരു കുറച്ച് ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലാനായി മാറ്റിവെക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ ഉദ്ദേശിക്കുന്ന അങ്ങനെ ചെയ്തു കൊള്ളുക, പക്ഷെ നീ ഇനിയും വർദ്ധിപ്പിച്ചാൽ നിനക്ക് അത് കൂടുതൽ ഖൈറാണെന്ന് പറഞ്ഞു. അപ്പൊ സഹാബി വീണ്ടും ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, എങ്കിൽ ഞാൻ എൻ്റെ സമയത്തിന്റെ പകുതിയും സ്വലാത്താക്കി ബാക്കി പകുതി ദുആ ചെയ്യട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ചെയ്തു കൊള്ളുക, നീ ഇനിയും വർദ്ധിപ്പിച്ചാൽ അത് നിനക്ക് കൂടുതൽ ഖൈറാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവസാനം ആ സ്വഹാബി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ റസൂലെ, ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ സമയം മുഴുവൻ പ്രാർത്ഥിക്കുന്നതിന് പകരം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദൻ തുക്ഫാ ഹമ്മുക വയുഗ്ഫർ ദംബുക. നീ അങ്ങനെ ചെയ്താൽ നിന്റെ എല്ലാ വേവലാദികളും വ്യാധികളും അത് നിനക്ക് മതിയാക്കപ്പെടുന്നു. നീ അതിനെപ്പറ്റി പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരൂല. എന്ന് മാത്രമല്ല, വയുഗ്ഫർ ദംബുക, നിന്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിന്റെ മഹബ്ബത്തിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരമാവധി ജീവിതത്തിൽ അനുകരിക്കുക, അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അദ്ദേഹത്തിനെ പറ്റി എപ്പോഴും ഓർക്കുക, അദ്ദേഹത്തിന്റെ മേൽ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ അത്രയും തവണ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ പോലും നമുക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത പൂർത്തീകരിക്കാൻ സാധിക്കൂല. നിങ്ങൾ എന്താ കരുതുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഏറ്റവും നല്ല സുഖസുന്ദരമായ ജീവിതം നയിക്കുന്ന ഒരാൾ, എല്ലാവരാലും ഇഷ്ടപ്പെട്ടിരുന്ന, തൃപ്തിപ്പെട്ടിരുന്ന, എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന ആ സ്ഥാനത്ത് നിന്ന് എല്ലാവരാലും ചീത്ത വിളിക്കപ്പെടുകയും തെറി വിളിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും വധിക്കാൻ ഗൂഢാലോചന നടത്തുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ ആ റസൂൽ എങ്ങനെ ഉണ്ടായതാ? എവിടെ നിന്ന് എന്തെങ്കിലും കട്ടെടുത്തിട്ട് പറ്റിയതാണോ? എന്തെങ്കിലും മോഷ്ടിച്ചിട്ടോ എന്തെങ്കിലും ആരെങ്കിലും അഭിമാനം ചീന്തിയത് കൊണ്ട് സംഭവിച്ചതാണോ? ആണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ദീൻ എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രയാസങ്ങളൊക്കെ നേരിട്ടത്. ആളുകളെ തെറിവിളിയും പരിഹാസങ്ങളും കല്ലേറും ചീത്തവിളിയും അതുപോലെ തന്നെ വധിക്കാനുള്ള ഗൂഢാലോചന ഇതൊക്കെ നേരിട്ടതും ബദറും മുഹദും ഖന്തഖൊക്കെ ചെയ്യേണ്ടി വന്നതും നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ദീൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ആ റസൂലിനെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഈമാന്റെ അളവ് എത്രയാണ്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ റസൂലിനെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നില്ലെങ്കിൽ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിട്ടു പോയത് ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നില്ലെങ്കിൽ, കരച്ചിൽ വരുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഈമാൻ വളരെ ദുർബലമാണ്. ശ്രദ്ധിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നിന്റെയും കുറവ് മക്കയിലുണ്ടായിരുന്നില്ല. ആ ഒരവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലേ, വളരെ മോശം, അല്ലെങ്കിൽ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിലും എല്ലാ നിലയ്ക്കും, സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും എല്ലാ നിലയ്ക്കും ഏറ്റവും മോശം അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെട്ടത് അത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ദീൻ എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും ഓർക്കാനും അവിടുത്തെ വളരെയധികം എല്ലാവരെക്കാളും അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ല, യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അവന്റെ ബാക്കി എല്ലാ ആളുകളെക്കാളും മറ്റെന്തൊന്നിനേക്കാളും അവൻ ഏറ്റവും അധികം ഇഷ്ടം ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്കാകാൻ
നമ്മൾക്ക് സാധിക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു അടയാളമാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്തരം ഒരുപാട് മഗ്ഫിറത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ദീനുൽ ഇസ്ലാമുണ്ട്. അത് ഒന്നോ രണ്ടോ അല്ല, ചെറുതോ വലുതോ അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ദിവസേന കടന്നു വരുന്നതുണ്ട്, വല്ലപ്പോഴും വരുന്നതോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെല്ലാത്തിനും ഉപരി നമ്മുടെ തൗബയാണ്. തൗബ ചെയ്യുക എന്നുള്ള, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ള. തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാത്ത ഒരു തെറ്റുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ തൗബ ശരിയായ തൗബയായി കഴിഞ്ഞാൽ എത്ര ഗുരുതരമായ തിന്മയാണെങ്കിലും ആ തിന്മ അള്ളാഹു നമുക്ക് പുറത്തു തരും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു തരും, എല്ലാം പുറത്തു തരും. ഒരാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരാത്തൊരു തിന്മയില്ല, ഒരു തിന്മയില്ല. നിങ്ങൾക്കറിയോ, സൂറത്തുൽ ബുറൂജില് അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗക്കാരുടെ കഥ പറയുന്നുണ്ട്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്. ഈ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ വിശദമായി ഹദീസ് വിശദീകരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്? ആ ചരിത്രം നമ്മൾ വായിക്കണം. വലിയൊരു ചരിത്രം, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം കുറവാണ്. ആ ചരിത്രത്തിന്റെ ചുരുക്കം, ആകത്തുക എന്താന്ന് വെച്ചാൽ, ഒരു നാട്ടുകാർ, ആ നാട്ടിലെ ഭരണാധികാരി ഫിറഔനെ പോലെ ധിക്കാരിയായ, സ്വന്തത്തിലേക്ക് ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു രാജാവ്. ആ രാജാവിന്റെ കീഴിലുള്ള പ്രജകൾ മുഴുവൻ ഒരു ചെറിയൊരു കുട്ടി കാരണത്താൽ എല്ലാവരും തൗഹീദിലേക്ക് വരുന്നൊരു സംഭവമാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഈ സംഭവത്തിന്റെ അവസാനം ഈ തൗഹീദ് സ്വീകരിച്ച ആളുകളെ ഓരോരുത്തരെ ഇങ്ങനെ വരിവരിക്ക് നിർത്തണം, ക്യൂ നിർത്തുന്നത് പോലെ. എന്നിട്ട് വലിയൊരു തീയുടെ കുഴി കുഴിച്ചിട്ട് അതിൽ തീ നിറച്ചിട്ട് ഓരോരുത്തരെ നീ ഈ ദീനിന്ന് മാറുന്നുണ്ടോ, തൗഹീദ് വിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ അവനെ മാറ്റി നിർത്തും, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? തീയിലേക്ക് തള്ളിവിടും. അങ്ങനെ ഓരോരുത്തരായി ആ നാട്ടുകാരെ മുഴുവൻ ആ തീയിലേക്ക് കത്തിക്കരിച്ച ആ സംഭവത്തിനാണ് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവം എന്ന് പറയാം. ഈ സംഭവത്തെ പറ്റി അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ട് പറയുന്നത് എന്താണെന്നറിയോ? സുമ്മലം യതൂബു, അവർ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ടെന്നാണ്. ഏതാളുകൾക്കാണ്? ഈമാൻ സ്വീകരിച്ച ആളുകളെ, വേറൊരു കാരണവുമില്ലാതെ തീയിൽ ചുട്ടുകരിച്ച ആളുകൾ തൗബ ചെയ്താൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെങ്കിൽ പിന്നെന്ത് തെറ്റാ അള്ളാഹ് തൗബ ചെയ്താൽ പുറത്തു കൊടുക്കാതിരിക്കുക? പിന്നെന്താ ബാക്കിയുള്ളത്? അള്ളാഹുൽ വിശ്വസിച്ചു എന്നുള്ള കാരണം മാത്രമേ അവരെ തീയിലിടാൻ ആ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു കാരണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രം തീയിലേക്ക് ഇട്ട് കരിച്ച ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹു തൗബ ചെയ്താൽ പുറത്തു കൊടുക്കുമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്താൽ പുറത്തു കൊടുക്കാത്തൊരു തിന്മയില്ല എന്ന് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന തെറ്റുകൾക്കൊക്കെ, തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുന്ന ആ ആളുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മഗ്ഫിറത്തിന് വേണ്ടി. അതിനെപ്പറ്റി കൃത്യമായി ബോധമുള്ളവരാകാനും ആ മഗ്ഫിറത്ത് എപ്പോഴും കണ്ണിലും ഹൃദയത്തിലും നിശ്ചയിക്കാനും അത് നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റാനും ആ മഗ്ഫിറത്തിന് വേണ്ടി പ്രയത്നിക്കാനും, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുന്ന നാളിൽ ഈ മഗ്ഫിറത്ത് കിട്ടുന്ന ആളുകളായി റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും മാറ്റി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.